ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ വേണ്ടപ്പെട്ട, ആവശ്യം പറഞ്ഞാൽ പരിഗണിക്കപ്പെടേണ്ട ആത്മബന്ധമുള്ള ഒരു സഹോദരൻ, ചില സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ദീനി ഉപദേശങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട ദീനി ഉപദേശങ്ങൾ എന്തെങ്കിലും നൽകണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസാരം ഇവിടെ നിർവഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീന് ആത്മാർത്ഥമായി മനസ്സിലാക്കുകയും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുകയും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നേടിയെടുക്കുകയും ചെയ്യുന്ന വിശ്വാസിനികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനായിരിക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ നിന്നും സഹാബ വനിതകൾ അല്ലാഹുവിന്റെ റസൂലിനോട് തങ്ങൾക്കായി ദീനീ ഉപദേശങ്ങൾ പ്രത്യേകം നിർവഹിക്കാൻ സമയം വേണം എന്നാവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. പുരുഷന്മാർ അതിജയിച്ചിരിക്കുകയാണ്, നമുക്കും സമയം നിശ്ചയിച്ചു തരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്കായി പ്രത്യേക സമയം നിശ്ചയിക്കുകയും അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശത്തിൽ കാണാം, സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവരുടെ സ്വർഗപ്രവേശനത്തിന് ഏറെ സഹായകരമായ ചില സംഗതികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. നിങ്ങളിൽ നിന്ന് ഒരു സ്ത്രീയും പ്രായപൂർത്തിയെത്താത്ത 3 സന്താനങ്ങൾ തനിക്ക് മുന്നേ മരണപ്പെട്ടു പോകുമ്പോൾ അതിനെ മുമ്പന്തിക്കുന്നില്ല. നാളെ പരലോകത്തെ നരകത്തിനും അവർക്കുമിടയിലുള്ള തടസ്സമായി അവർ വന്നിട്ടല്ലാതെ. ഒരു സ്ത്രീ ചോദിച്ചു, നബി, എന്നാൽ 2 കുട്ടികളോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 2. സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സതുപദേശം കൊണ്ട് പ്രത്യേകം പരിഗണിക്കുകയും അവർക്ക് വേണ്ട നരകപ്രവേശനത്തിനും അവർക്കുമിടയിൽ സംരക്ഷണം ഒരുക്കേണ്ട സ്വർഗപ്രവേശനത്തിന് സാധ്യമാക്കേണ്ട ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകുന്നതായി കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന ഉപദേശങ്ങളിലും സ്ത്രീകളോട് നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ ഗുണകാംക്ഷ കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. സ്ത്രീകളുള്ള അവകാശത്തെ അതിശക്തമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോടും സമൂഹത്തോടും ഓർമ്മപ്പെടുത്തിയത്. ഉഹർരിജു അലൈക്കും ഹഖ്ഖ ദഈഫൈൻ അൽയതീം വൽമർഅ. 2 ദുർബലമായിട്ടുള്ള ആളുകൾ, ദുർബലർ, അവരോടുള്ള ബാധ്യതകൾ അവർക്ക് കിട്ടേണ്ടതിന് നിങ്ങളോട് ശക്തമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. അനാഥ കുട്ടിയും സ്ത്രീയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സ്ത്രീകളെ ശ്രദ്ധിച്ചു എന്നതിന്റെ വിശദാംശമാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അവർക്ക് ഏറ്റവും പ്രാധാന്യമാകേണ്ടത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അല്ലാഹുവിന്റെ ദീൻ അത് നിർവഹിക്കുന്ന വിഷയത്തിൽ യാതൊന്നും തടസ്സമായി വരാൻ പാടില്ല.
സ്ത്രീകളോടുള്ള ബാധ്യതകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ബാധ്യതകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ തിരിച്ചറിയേണ്ട, നിർവഹിക്കേണ്ട ബാധ്യതകളായി ഭർത്താവിനോടുള്ള ബാധ്യതകൾ പറയുന്നു. പക്ഷെ അപ്പോഴും നിരുപാധികമല്ല. ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹാ വസാമത് ശഹറഹാ വഹസ്സനത് ഫർജഹാ വഅതാഅത് സൗജഹാ ഖീല ലഹു ദുഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅ്തി. ഒരു സ്ത്രീ തന്റെ 5 നേര നമസ്കാരം നമസ്കരിച്ചു, റമദാനിലെ നോമ്പെടുത്തു, ചാരിത്രം പവിത്രത കാത്തു സൂക്ഷിച്ചു, ഭർത്താവിനെ അനുസരിച്ചു, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള നീ ഉദ്ദേശിക്കുന്ന അതിന്റെ കവാടങ്ങളിൽ ഏതിലൂടെയും കടക്കൂ എന്ന് അവരോട് പറയപ്പെടുമെന്നാണ്. ഇതിൽ ഭർത്താവിനോടുള്ള ബാധ്യതയാണ്. നമസ്കാരം നിർവഹിക്കുമ്പോൾ, നോമ്പെടുക്കുമ്പോൾ, പവിത്രത കാത്തുസൂക്ഷിക്കുമ്പോൾ അപ്പോഴും ഭർത്താവിനോടുള്ള ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കുകയും ചെയ്താൽ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഏത് കവാടങ്ങളിൽ നിന്നും കടക്കൂ എന്ന് പറയപ്പെടുമെന്നാണ്. പക്ഷെ ആ ഭർത്താവിനോടുള്ള ബാധ്യതയും നിരുപാധികമല്ല. അള്ളാഹുവോടുള്ള ബാധ്യതയാണ് എല്ലാത്തിനും മുന്നേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന വിഷയത്തിൽ ആ ഭർത്താവ് ഉപദേശിച്ചാൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു പെണ്ണിന്റെ കടമ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കും ദീനീ നിഷ്ഠയ്ക്കും എതിരാകാത്തൊരു കാര്യം ഭർത്താവ് പറഞ്ഞാൽ അപ്പടി അനുസരിക്കുന്ന നിർബന്ധമാണ്. അതിനെതിരായി വാപ്പയല്ല, ഉമ്മയല്ല, അവരെക്കാൾ വേണ്ടപ്പെട്ട ഭർത്താവല്ല പറഞ്ഞാൽ അത് സ്വീകരിക്കുക ഒരു പെണ്ണിന് പാടുള്ളതല്ല. വിശുദ്ധ ഖുർആനിൽ ഉത്തമമായ മാതൃക നമുക്ക് കാണാൻ കഴിയും. മാതൃക വനിതകൾ. വിശ്വാസികൾക്ക് മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ, وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ഉത്തമമായ മാതൃകയാണ് നമുക്ക് അല്ലാഹു തആല വിവരിച്ചു തന്നത്. വിശ്വാസികൾക്ക് അല്ലാഹു തആല ഉപമയായി ഫിർഔനിന്റെ ഭാര്യയെ വിവരിച്ചിരിക്കുകയാണ്. ഇത് ഖാലത്ത്, അവർ പറഞ്ഞ സന്ദർഭം അത് പ്രസ്താവ്യമാണ്. റബ്ബി, എന്റെ റബ്ബേ, ഇബ്നിലി, എനിക്ക് പണിതു തരണമേ. ഇവിടെ ഈ ഹദീസിൽ എന്താ പറഞ്ഞത്? സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഏതിലൂടെയും കടക്കാൻ സാധിക്കുമെന്നാണ്. എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനുള്ള ബാധ്യതകൾ നിർവഹിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ. പക്ഷെ ഇവിടെ ഒരു ഭർത്താവിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ഭർത്താവിന്റെ കരാളഹസ്തങ്ങൾ രക്ഷപ്പെടുത്തി കിട്ടാൻ അള്ളാഹുനോട് ദുആ ചെയ്തിട്ട്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഇന്ന് സമൂഹത്തിൽ സത്യമറിഞ്ഞ ഒരുപാട് സ്ത്രീകളെ കാണാൻ കഴിയും. യാഥാർത്ഥ്യം മനസ്സിലാക്കിയവർ, സത്യത്തിന്റെ വഴി തിരിച്ചറിഞ്ഞു, അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനിന്റെ വശങ്ങളെ തിരിച്ചറിഞ്ഞു, ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കി, ബിദ്അത്തിന്റെ അപകടം തിരിച്ചറിഞ്ഞു. പക്ഷേ ഭർത്താവ്, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വിളിച്ചു, എനിക്ക് പോകാതെ നിർവാഹമില്ല. ആര് പറഞ്ഞു നിർവാഹമില്ലെന്ന്? പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനിൽ അങ്ങനെ ചെയ്യാൻ യാതൊരു നിർവാഹവുമില്ല. ദീനീ കൽപ്പനയ്ക്കെതിരെ ഒരു ഭർത്താവ് പറഞ്ഞാൽ ആ ഭർത്താവിന്റെ കൽപ്പനയെ ധിക്കരിക്കൽ പെണ്ണിന് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കൽ നിർബന്ധമാണ്. പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സത്യത്തിന്റെ ദീനിന്റെ പ്രബോധനം നിർവഹിച്ചപ്പോ ശക്തമായി എതിരിട്ട് ഫിർഔൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ ഭാര്യയ്ക്ക് സന്മാർഗ ദർശനം കൊടുത്തു. സത്യം തിരിച്ചറിഞ്ഞു. ഫിർഔനിന്റെ എതിർപ്പുകളെ അവഗണിച്ചു. സത്യം നെഞ്ചിലേറ്റി. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, മരുഭൂമിയിൽ കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിച്ചു. ക്രൂരമായി ഫിർഔൻ പീഡിപ്പിച്ചപ്പോ
കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോ അവർക്ക് പറയാനുള്ളത് അല്ലാഹുവോട് റബ്ബിബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അങ്ങനെ ആ സ്വർഗത്തു നിന്നുള്ള സ്ഥാനം അവർ കണ്ടു എന്നാണ്. ആ വീട് ദുനിയാവെന്ന് വിട പറഞ്ഞു പോകും മുമ്പ്. യാ സുബ്ഹാനല്ലാഹ്. അതാണ് ഒരു പെണ്ണ് ലക്ഷ്യം കാണേണ്ടത്. അള്ളാഹുവിന്റെ അടുത്ത് ഉന്നതമായ സ്ഥാനം കിട്ടണം. പുരുഷന്മാരെ അപേക്ഷിച്ച് ദുനിയാവിൽ സുഖസൗകര്യങ്ങൾ, അതിനോടുള്ള അഭിനിവേശം സ്ത്രീകളിൽ ധാരാളം കാണാൻ കഴിയും. ഉന്നതമായ വീട്, മാർബിൾ വിധാനിച്ചത്, പരവതാനി വിധാനിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത സ്വർഗം, ആ സ്വർഗമെന്ന ഉന്നതമായ ലക്ഷ്യം, കസ്തൂരി വിധാനിച്ച അതിന്റെ പരവതാനികൾ, അതിന്റെ അടിഭാഗം അത് കട്ടിപ്പട്ടുകൊണ്ടുള്ളതാണെങ്കിൽ അതിന്റെ മുകൾ ഭാഗം എത്രമാത്രം സുന്ദരമായിരിക്കും. അങ്ങനെ തുടങ്ങി സുഖലോലുപതയുടെ സ്വർഗം, അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത സ്വർഗം, അത് ലക്ഷ്യമാക്കി ജീവിക്കാൻ ഒരു സ്ത്രീ ബാധ്യതപ്പെട്ടവളാണ്. അതിന് മുമ്പിൽ യാതൊരു ബാധ്യതകളും തടസ്സമായി വരാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനയ്ക്കെതിരെ ആര് പറഞ്ഞാലും അനുസരിക്കുക എന്നുള്ളത് സ്ത്രീക്കാവട്ടെ പുരുഷനാവട്ടെ യോജിച്ചതല്ല. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖായ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു സൃഷ്ടിക്കും അനുസരണ പാടില്ല. റബ്ബിബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. എന്റെ റബ്ബേ, സ്വർഗത്തിൽ നിന്റെ അടുക്കൽ എനിക്കൊരു ഭവനം പണിതു തരണമേ എന്നാണ് ആസിയ ബിൻതു മുസാഹിം പറഞ്ഞത്, ഫിറഔനിന്റെ ഭാര്യ. സ്വർഗത്തിൽ നിന്റെ അടുക്കൽ എന്നല്ല, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശാണ് സ്വർഗത്തിന്റെ മേൽക്കൂരയെങ്കിൽ ആ റബ്ബിന്റെ അടുക്കലുള്ള ഉന്നതമായ സ്ഥാനം, സ്വർഗം, ആ സ്വർഗീയ സുഖാഡംബരങ്ങൾ, അതാണ് ഒരു സ്ത്രീ, ഒരു പുരുഷൻ ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ടത്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിറഔനിന്റെയും അവന്റെ പ്രവർത്തനത്തെ തൊട്ടും എന്നെ രക്ഷിക്കണമേ, അക്രമികളായ ജനതയെ തൊട്ട് എന്നെ രക്ഷിക്കണമേ എന്നവർ പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതയാണ് ഏറ്റവും നിർവഹിക്കേണ്ടത്. നിർബന്ധ നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങൾ അതിൻ്റെതായ സമയത്ത് ഏത് തിരക്കിലും പ്രതിസന്ധിയിലും കാത്തു സൂക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. നമസ്കാരങ്ങൾ അതിൻ്റെതായ സമയത്ത് നിർവഹിക്കണം. രാത്രി നമസ്കാരങ്ങൾ ശീലിക്കണം, ഐച്ഛിക നമസ്കാരങ്ങൾ ശീലിക്കണം, ദാനധർമ്മങ്ങൾ നിർവഹിക്കണം. ഇതൊന്നും പുരുഷന് മാത്രം പറഞ്ഞതല്ല. മാതൃക വേണോ? സഹാബ വനിതകൾ ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാ വിഷയത്തിലും മുസ്ലിം സ്ത്രീകൾ മാതൃകയാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ കൂട്ടത്തിലെ വനിതകളാണ്. ഉത്തമമായ തലമുറയിലെ വനിതകൾ. ഉമ്മു ദർദാ റളിയല്ലാഹു തആല അൻഹ സ്ത്രീകൾക്ക് ഇമാമെന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നതാണ്. ദൈർഘ്യമായ ആ നമസ്കാരത്തിൽ സ്ത്രീകളുടെ കാലുകൾ വിണ്ടു കീറുമാറ് ഉത്തമമായ ലക്ഷ്യബോധമായിരുന്നു. റമദാനിൽ സ്ത്രീകളുമായി നമസ്കരിക്കാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിന്റെ നിഷ്ഠയെക്കുറിച്ച് നമുക്ക് പറയപ്പെടുന്നത് കാണാൻ കഴിയും. ഭർത്താവ് അബൂദർദ, വീട്ടിൽ സേവകനുണ്ട്. സമയം നിശ്ചയിക്കും, രാത്രി 3 വീതിച്ചു. ആ 3 ഭാഗമാക്കുകയും ഒരു ഭാഗം സേവകൻ നമസ്കരിക്കും, ബാക്കിയുള്ളവർ കിടന്നുറങ്ങും. അടുത്ത ഭാഗം ഭർത്താവ് അബൂദർദ നമസ്കരിക്കും. പിന്നെ അടുത്ത ഭാഗം സ്ത്രീ നമസ്കരിക്കും. ഉമ്മു ദർദ റളിയല്ലാഹു തആല അൻഹ. ഉമ്മു ദർദ 2 ഉണ്ട്. അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയായിരുന്ന ഉമ്മു ദർദ, പിന്നീട് അവര് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉമ്മു ദർദ കാണാം. ഉമ്മു ദർദ അൽ കുബ്ര, ഉമ്മു ദർദ അസ്സുഗ്റ. ഏതായാലും അവരുടെ ജീവിതത്തിന്റെ നിഷ്ഠയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു തരികയാണ്. അങ്ങനെ സേവകൻ മരണപ്പെട്ടു, രാത്രി 2 ആക്കി. ഇല്ല, സേവകൻ ഉണ്ടായിരുന്ന സമയത്ത് പോട്ടെ എന്നല്ല, പിന്നെ രാത്രി 2 ആക്കി. പകുതി ഭർത്താവും പകുതി ഭാര്യയും നമസ്കരിക്കും. അങ്ങനെയുള്ള ദീനി നിഷ്ഠയുള്ള ഒരു പെണ്ണൊരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം പ്രകാശപൂരിതമാണ്. ഭർത്താവിന്റെ കൈപിടിച്ച് ജീവിതമാകുന്ന
ആ ജീവിതമാകുന്ന നൗകയിൽ ഭർത്താവിന്റെ കൈപിടിച്ച് വിജയത്തിൽ ചെന്നെത്താൻ പരസ്പരം സഹകരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പ്രകാശപൂരിതമാണ് ആ കുടുംബജീവിതം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പുരുഷനോട് മാത്രമല്ല ദീനി കൽപ്പനകൾ, സ്ത്രീക്കും ബാധ്യതകളുണ്ട്. അത് കഴിഞ്ഞ് ഭാര്യ മരണപ്പെട്ടു, രാത്രി മൊത്തവും അബൂദർദ നമസ്കരിച്ചു. എല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് സ്വർഗമെന്ന് പറയുന്ന ലക്ഷ്യത്തിലോട്ട് നടന്നു നീങ്ങുകയായിരുന്നു. നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ വരുന്ന നിങ്ങളുടെ ഭാര്യമാരുടെ ലക്ഷണം എന്താണ് എന്ന് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വായിക്കാം. സഹാബ വനിതകളുടെ കൂട്ടത്തിൽ ഉമ്മുൽ മസാക്കീൻ സൈനബ് ബിൻത് ഖുസൈമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽപ്പെട്ട സ്ത്രീയാണ്. എന്താ ഉമ്മുൽ മസാക്കീൻ എന്ന പേര് വരാനുള്ള കാരണം? ദരിദ്രന്മാരുടെ മാതാവ്. അകമൊഴിഞ്ഞ് ചിലവഴിക്കുമായിരുന്നു, ചിലവഴിക്കുന്നത് ഇഷ്ടമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സ്വർഗം നേടിയെടുക്കാൻ, സ്വർഗത്തിൽ ഭവനം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിന് പ്രാധാന്യം കൊടുത്ത് ജീവിച്ച ആസിയ റളിയല്ലാഹു തആല അൻഹ മാതൃകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ അള്ളാഹുവോടുള്ള ബാധ്യതകൾ നിർവഹിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്ത് ആ യഥാർത്ഥ ദീനി നിഷ്ഠയിൽ, ഭർത്താവിനോടുള്ള അനുസരണ ദീനി നിഷ്ഠയിൽപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും കടന്നു പോകാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പള്ളി പണിയാൻ ഒരുവന് കഴിയുമെങ്കിൽ അതെത്ര ചെറുതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പകരം ഒരു ഭവനം പണി തരുമെങ്കിൽ സ്ത്രീക്കും അതിൽ ബാധ്യതകളുണ്ട്. നിർവഹിക്കാൻ കഴിയുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചിലവഴിക്കാൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിക്കാൻ, അനാഥ മക്കളെ സംരക്ഷിക്കാൻ, ഇതൊക്കെ സമൂഹത്തിൽ പുരുഷന്മാരെന്ന പോലെ സ്ത്രീകൾക്കും ബാധ്യതയുണ്ട്. അള്ളാഹുവോടുള്ള ബാധ്യതകൾ, ദീനി നിഷ്ഠകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്ന് ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണകാലഘട്ടത്തിൽ സ്വത്തുവകകൾ ഇസ്ലാമിക സമൂഹത്തിൽ വന്ന് കൂടി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്കുള്ള ഓഹരികൾ ഉമർ ബിൻ ഖത്താബ് വീതിച്ചു കൊടുത്തപ്പോ സൈനബ് റളിയല്ലാഹു തആല അൻഹയ്ക്കുള്ള ഓഹരിയും കൊടുത്തു വിട്ടു. ആ ഓഹരി വീടിന്റെ മുമ്പിൽ വന്നപ്പോ ആ വീടിന്റെ ഉള്ളിലോട്ട് പോലും പ്രവേശിപ്പിച്ചില്ല സൈനബ് റളിയല്ലാഹു തആല അൻഹ. നേരെ മറിച്ച് കൊണ്ടുവന്ന ആളോട് പറഞ്ഞു, മുണ്ടിട്ട് മൂടുക, എനിക്ക് കാണണ്ട. നമ്മളെ നാടുകളിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ അവസ്ഥ? ദുനിയാവ് കണ്ടാൽ എല്ലാം മറക്കും. ദുനിയാവിന് വേണ്ടി എല്ലാ മൂല്യങ്ങളും മറക്കുന്ന അവസ്ഥയാണ് സമൂഹത്തിൽ കാണുന്നത്. ഹറാമാകട്ടെ ഹലാലാകട്ടെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും വാരിക്കൂട്ടി മത്സരിക്കാൻ ഭർത്താവിനെ പ്രോത്സാഹിപ്പിച്ചു വിടുകയാണ്. മുൻഗാമികളായ വനിതകൾ ഭർത്താവ് വീട് വിട്ട് പുറത്തിറങ്ങിയാൽ വിശപ്പ് നമുക്ക് സഹിക്കാം, നരകത്തെ സഹിക്കാൻ വയ്യ എന്ന് ഉപദേശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ സ്വത്ത് വന്നപ്പോ മുണ്ടിട്ട് മൂടാൻ പറയും. എന്നിട്ട് പറഞ്ഞതാ ഇന്ന 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 ആളുകൾക്ക് കൊടുക്കാൻ, കുടുംബക്കാർക്കുള്ളതാണ് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത്. കുടുംബബന്ധം ചേർത്തതും ദാനധർമ്മത്തിന്റെയും കൂലി കിട്ടും. കുടുംബക്കാര് നന്നാകണം. ഇന്ന ഇന്ന ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ആളുകൾക്ക് വീതിച്ചു കൊടുത്തു. ബാക്കി വന്നത് വീതിച്ചു കൊടുക്കാൻ പോയ ആൾ പറഞ്ഞു, എന്തോ അത് നീ എടുത്തോ. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഉമറിന്റെ അടുത്തു നിന്നുള്ള സ്വത്ത് അടുത്ത വർഷം എന്നിലേക്ക് എത്തില്ല, അതിനു മുമ്പ് മഹദി വഫാത്തായെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അവർ സഞ്ചരിച്ചത് പരലോകം ലക്ഷ്യമാക്കി, സ്വർഗമാകുന്ന ഉന്നതമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ജീവിച്ചത് എന്നാണ് ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്ത്രീകളോടുള്ള ഉപദേശമായി നരകത്തിൽ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ കണ്ടത് എന്നത് പറഞ്ഞപ്പോ അവര് ഭയപ്പെട്ടു, നബിയെ എന്താണ് കാരണം? നിങ്ങൾ കുടുംബത്തെ നിഷേധിച്ച് പറയും, ഭർത്താവിനോടുള്ള കൂറ് കാണിക്കാത്തവരാണ്, അവർ തന്ന അനുഗ്രഹത്തെ നിഷേധിച്ച് പറയുന്നവരാണ്, ക്ഷാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നവരാണ്. എന്തിനും ക്ഷാപം, ബെല്ലും ബ്രേക്കുമില്ലാത്ത ശവിക്കലുകൾ ചില കുടുംബങ്ങളിൽ കാണാൻ കഴിയും. സ്ത്രീകൾ, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഗൗരവമാണ്. ഇത് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദാനധർമ്മം നിർവഹിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോഴാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ സൈനബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വരുന്നത് ഫത്വ ചോദിക്കാൻ. അവർക്ക് ചിലവഴിച്ചോളാൻ വയ്യ. കാരണം നരകത്തുനിന്ന് സ്വന്തത്തെ വിടുതൽ, അതാണ് ആവശ്യം. നരകം സഹിക്കവയ്യ. കളിച്ചും ചിരിച്ചും
ഈ ജീവിതം അങ്ങ് ജീവിച്ചു തീർക്കാമെന്ന ചിന്തയില്ല, മരണം വരുമ്പോഴല്ലേ എന്ന് ചിന്തിച്ചില്ല. കേട്ടപ്പോ പേടിച്ചു. അങ്ങനെയായിരുന്നു. മൂടുപടങ്ങൾ മാറിടങ്ങളിലേക്ക് താഴ്ത്തിയിടട്ടെ എന്ന കൽപ്പന ഉണ്ടായപ്പോ ഉടുതുണികളെടുത്ത് മുറിച്ചപ്പം ആ ചെറിയ കൽപ്പന നിർവഹിച്ച വനിതകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ കൂട്ടത്തിലുള്ള സഹാബ വനിതകൾ. അൻസാരികൾ വീടുകളിൽ നിന്ന് പറയേണ്ട താമസം വസ്ത്രങ്ങൾ എടുത്തു. അപ്പോഴേ ആ ചര്യ നിർവഹിച്ചു. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ ശിരസാ വഹിച്ചവരായിരുന്നു അവർ. സ്വർഗമായിരുന്നു അവരുടെ ലക്ഷ്യം. നരകം അവർക്ക് സഹിക്കവയ്യ. അതുകൊണ്ട് തന്നെ ചിലവഴിക്കാം. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, എന്നാൽ ഞാൻ ഭർത്താവ്, എന്റെ പൈസ കുറവാണ്, എനിക്ക് കിട്ടുക എന്നുള്ളതല്ലേ നല്ലത്. നബി എടുത്ത് ചോദിക്കണം, ഭർത്താവിന് കൊടുത്താൽ ശരിയാകുമോ? സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് ഭർത്താവിന് ചിലവഴിക്കൽ നിർബന്ധമില്ല, ഭർത്താവിന് സ്ത്രീക്ക് ചിലവഴിക്കൽ നിർബന്ധമാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹിം. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ്. കാരണം എന്താ? അള്ളാഹു താല കൊടുത്ത സേട്ടതയാണ്. അള്ളാഹു ചിലരെക്കാൾ സേട്ടത കൊടുത്തിട്ടുണ്ട്. അവർ അവരുടെ സ്വത്തുവകളിൽ നിന്ന് ചിലവഴിക്കുന്നത് കൊണ്ട്. ചില ഭർത്താക്കന്മാർക്ക് ഇല്ലായ്മ ഉണ്ടാകാം. സഹാബ വനിതകളിൽ നിന്ന് എതിർപ്പ് കണ്ടിട്ടില്ല. ഇല്ലാത്തവനാണ്, സ്വത്തില്ലാത്തവനാണെന്ന് പഴിക്കുന്നത് കണ്ടിട്ടില്ല. സന്തുഷ്ടമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവോട് ദുആ ചെയ്ത് ഒരുമിച്ച് ജീവിക്കാൻ കഴിയണം. ഭർത്താവിന്റെ ഇല്ലായ്മയിൽ ക്ഷമിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെക്കാൾ ഉത്തമമായ സ്ത്രീ മകളായി ലോകത്തുണ്ടാകുമോ? അലി റളിയല്ലാഹു തആല അൻഹു ആകുന്ന ഭർത്താവോടൊപ്പം ജീവിക്കുമ്പോൾ, ആ കാലഘട്ടത്തിൽ മിക്സിയും ഗ്രൈൻഡറുകളും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ മാവ് കുഴച്ചും പൊടിച്ചും അരച്ചും കഷ്ടപ്പെട്ട് കൈ മുറിഞ്ഞും തഴമ്പ് വന്നും ക്ഷീണിച്ച് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വന്നു പരാതി പറഞ്ഞു, നബിയെ, സേവകന്മാരെ നിശ്ചയിച്ചു തരണം. അങ്ങനെ വന്നു എന്ന് കേട്ടപ്പോൾ ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആലയോട് വിളിച്ച് പറയില്ല, എന്തേ മകളെ കഷ്ടപ്പെടുത്തുന്നത്? ഒരു പെണ്ണിന്റെ ബാധ്യതയാണ് ഭർത്താവിന്റെ കുടുംബത്തിൽ, ഭർത്താവിന്റെ വീട്ടിൽ സേവനം ചെയ്യുക എന്നുള്ളത്. അത് ഈ വിഷയം പണ്ഡിതന്മാരെ തെളിവായി പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും അലി റളിയല്ലാഹു തആലയോട് സേവനം വയ്ക്കാൻ പറയില്ല. നേരെ മറിച്ച് മഹറിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആലയോട് കണിശമായ നിലപാടെടുത്തിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ കണിശമായ നിലപാടെടുത്തില്ല. കാരണം സ്ത്രീയുടെ ബാധ്യതയാണ് അത് ചെയ്യൽ. എന്നിട്ടോ അവർക്കതിനേക്കാൾ ഉത്തമമായ കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും തങ്ങളോടുള്ള ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ ഉത്തമമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമയുടെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു ചെന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹുണ്ട്. നബിയോട് ചോദിക്കാൻ പറഞ്ഞു വിട്ടു. അപ്പോ വാതിലിൽ വേറൊരു സ്ത്രീയുണ്ട്. ഇതേ വിഷയം ചോദിച്ചു. എന്താ വിഷയം? നരകത്തുനിന്ന് സ്വന്തത്തെ മോചിപ്പിക്കണം, കൊടുക്കണം ഈ സ്വർണത്തിൽ നിന്നും സ്വത്തുവകളിൽ നിന്നും. പക്ഷേ അത് ഭർത്താവ് ദരിദ്രനാണെങ്കിൽ, ഇല്ലായ്മ ഉള്ള ആളാണെങ്കിൽ കൊടുക്കണോ? ഭർത്താവിന് കൊടുത്താൽ മതിയാകുമോ? കൂലി കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വന്നു. ചോദിക്കാനായി ആളാരെന്നറിയരുത്, ആളാരെന്ന് പറയരുത് എന്ന് പറഞ്ഞു ബിലാൽ റളിയല്ലാഹു തആല അൻഹു അയച്ചു. അങ്ങനെ ബിലാൽ ഇബ്നു റബാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, ഇങ്ങനെ സ്ത്രീകൾ ചോദിക്കുന്നുണ്ട്. ആരാത്? സൈനബ് എന്നാണ്. അയ്യു സയാനിബ്, ഏത് സൈനബാണ്? ഇംറഅത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയേണ്ടി വന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലയുടെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അബ്ദുല്ല പറഞ്ഞത് ശരിയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞത് ശരിയാണ്. ഭർത്താവിന് കൊടുത്താൽ ബന്ധം ചേർത്ത കൂലി കിട്ടും, അതേപോലെ തന്നെ ദാനധർമ്മത്തിന്റെ കൂലിയും കിട്ടും. പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, ഇബാദത്തുകളിൽ അതിശക്തമായി മുന്നേറുന്ന സ്ത്രീകളെ, സഹാബ വനിതകൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കയറിയപ്പോ ഒരു 2 തൂണുകൾക്കിടയിൽ ഒരു കയറ് കെട്ടിയിരിക്കുന്നു. എന്താണ് ഈ കയറ്? അവര് പറഞ്ഞു, സൈനബ് ബിൻത് ജഹ്ഷ് അവര് കെട്ടിയതാണ്. ഇബാദത്ത് ചെയ്ത് ക്ഷീണിക്കുമ്പോൾ അതിൽ പിടിച്ചു തൂങ്ങി നിൽക്കും. ശക്തമായ ഇബാദത്തിലാണ്. നിസ്കരിക്കുമ്പോൾ, രാത്രി നമസ്കാരത്തിൽ ക്ഷീണിക്കുമ്പോൾ അതിൽ പിടിച്ചു നിന്നിട്ട് നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഴിച്ചു കളയൂ. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം നഫ്സിന് കഴിയുന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യുക. ഇവിടെ അതല്ല പണ്ഡിതന്മാർ പറയുന്നതിൽ കാണാൻ കഴിയും. ആ സ്വഹാബ വനിതകളുടെ ഇബാദത്തിനോടുള്ള താല്പര്യമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ അള്ളാഹുവോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ ശക്തമായ
പ്രവർത്തനമായിരുന്നു അവർ കാഴ്ചവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവോടുള്ള ബാധ്യതകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായി അവർ മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടി സ്വന്തം നഫ്സിനെ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമം വേണം. അക്കൂട്ടത്തിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട, നരകത്തിൽ പോകുമോ എന്ന് ഭയപ്പെടേണ്ട ഒരു വിഷയമാണ് ഭർത്താവിനോടുള്ള ബാധ്യത എന്ന് പറയുന്നത്. ഒരു സ്ത്രീക്കും ഒരു പുരുഷനെ കൂടാതെ കഴിയുകയില്ല. അള്ളാഹു അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്. പുരുഷന് ആവശ്യക്കാരനായിരിക്കെ എന്നിട്ട് അവനോട് ധിക്കാരം കാണിച്ച് ജീവിക്കുന്ന സ്ത്രീ അള്ളാഹുവിന്റെ റസൂൽ താക്കീത് നൽകിയിട്ടുണ്ട്. ഭർത്താവ് എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചാൽ സ്വർഗത്തിൽ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹറഹാ വഹസ്സനത് ഫർജഹാ വഅതാഅത് സൗജഹാ ഖീല ലഹു ദുഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി. സ്വർഗത്തിന്റെ ഏത് കവാടങ്ങളിൽ നിന്നും പ്രവേശിച്ചു എന്ന് പറയപ്പെടും. ഉത്തമമായ പുണ്യമാണത് ഈ ബാധ്യതകൾ നിർവഹിച്ചാൽ. അള്ളാഹുവോടൊപ്പമുള്ള ബാധ്യതകൾ വഅതാഅത് സൗജഹാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബാധ്യതകളുടെ ആഴത്തെ എത്രമാത്രമാണ് പറഞ്ഞതെന്നറിയുമോ? ഒരു സ്ത്രീ അവളുടെ റബ്ബിനോടുള്ള ബാധ്യത നിർവഹിക്കുകയില്ല. ഏതുവരേക്കും? ഭർത്താവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നതുവരേക്കും. ശ്രദ്ധിക്കണം. ഞാൻ മുസ്ലിമത്താണ്, മുഅ്മിനത്താണ്, ഖാനിത്തത്താണ്, തായിബത്താണ്, ആബിദത്താണ് എന്ന് ചിന്തിക്കാൻ വരുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അള്ളാഹുവോടൊപ്പമുള്ള ബാധ്യത ഒരു പെണ്ണ് നിർവഹിക്കുകയില്ല. ഏതുവരേക്കും? ഭർത്ത് മതിയാണോ ആ ഭർത്താവിനുള്ള ബാധ്യത നിർവഹിക്കുന്നത് വരേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും വലൗ സഅലഹാ നഫ്സഹാ വഹിയ അലാ ഖതബിൻ ലം തംനഉഹു. അടുപ്പത്ത്, പണ്ടത്തെ കാലത്ത് റൊട്ടി ഉണ്ടാക്കണം, അടുപ്പത്ത് തന്നൂറിൽ നിൽക്കും, എന്നിട്ട് അതിൽ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത്രയും വലിയ തിരക്കിലായിരിക്കും നിൽക്കുക. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിലാണെങ്കിൽ പോലും ഭർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കണം. അത് അവരോടുള്ള ബാധ്യത നിർവഹിക്കലാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. ഇവിടെ ഖത്തബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകം. ആ ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടകത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന അതിന്റെ മുകളിലുള്ള ഭാഗത്തിനാണ് പറയുന്നത്. ഏതായാലും വളരെ ശ്രദ്ധയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രതിസന്ധിയിൽ ഒരു ഭർത്താവ് ഏത് സമയത്താണ് ഒരു സ്ത്രീയെ ക്ഷണിച്ചു കഴിഞ്ഞാലും ഉത്തരം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണെന്ന് പറയുകയാണെങ്കിൽ അത്രയും വലിയ ബാധ്യതയാണ്. തന്നൂറിലാണെങ്കിൽ അടുപ്പത്താണ് നിൽക്കുന്നതെങ്കിൽ വിളിച്ചാൽ ചെല്ലണമെന്ന് പറഞ്ഞാൽ അതവിടെ ഇടുക, പോവുക എന്നുള്ളത് അത്രയും ശക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാധ്യതകളെ പഠിപ്പിച്ചത്. എന്നാലും ഇന്നോ ചില സ്ത്രീകൾക്ക് പൊങ്ങച്ചം വരികയാണ്, അഹങ്കാരം വരികയാണ്. ഭർത്താവിനെ നിയന്ത്രിക്കുന്നത് സ്ത്രീയാണെന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിനിയായ സ്ത്രീക്ക് യോജിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തൊരു സ്ത്രീ വന്നു. നബി ചോദിച്ചു, അദാതു ബഅലിൻ, ഭർത്താവുള്ളവളാണോ നിങ്ങൾ? അതെ എന്ന് പറഞ്ഞു. കൈഫ അൻതി ലഹു, എങ്ങനെയാണ് അവനുമായുള്ള ബന്ധം, എങ്ങനെയാണ് നിലപാട്? അവര് പറഞ്ഞു, മാ ആലൂഹു ഇല്ലാ മാ അജസ്തു അൻഹു, ഒന്നും കുറവ് വരുത്തൂല എനിക്ക് കഴിയാതെ ആയി പോയാലല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൻദുരി ഐന അൻതി മിൻഹു, ആ ഭർത്താവുമായുള്ള നിന്റെ ബാധ്യത, നിന്റെ നിലപാട് എന്താണെന്ന് നല്ലപോലെ ചിന്തിച്ചു നോക്ക്. ഫഇന്നമാ ഹുവ ജന്നതുകി വനാറുകി, ആ ഭർത്താവാണ് നിന്റെ സ്വർഗവും നിന്റെ നരകവും. നിന്റെ സ്വർഗവും നിന്റെ നരകവും നിന്റെ ഭർത്താവാണ്. നല്ല വൃത്തിയ ആ ബാധ്യതയെക്കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഭർത്താവിനോടുള്ള ബാധ്യത നിർവഹിക്കാതെ ധിക്കാരവും ധാർഷ്ട്യവുമാണ് ശീലിക്കുന്നതെങ്കിൽ വരാനിരിക്കുന്നത് ഭയാനകമായ ജീവിതമാണ്. നരകത്തിൽ അള്ളാഹുവിന്റെ റസൂൽ കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണെന്നുള്ളത് മുഖവിലക്കെടുക്കാൻ കഴിയാം. ദേഷ്യം വരും, എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയാൽ മാപ്പ് പറയാൻ, തിരിച്ചു നടക്കാൻ ഒരു പെണ്ണ് ബാധ്യസ്ഥയാണ്. കാരണം സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞാൻ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ആരുടെ മുന്നിലെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു.
അത്രയും വലിയ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ കാത്തുസൂക്ഷിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറയുമ്പോൾ ഭർത്താവിനോടുള്ള ബാധ്യത എന്ന് പറയുന്നത് നിസ്സാരമല്ല. അവനൊരു മുറിവുണ്ടായിട്ട് ആ മുറിവ് അത് നാവ് കൊണ്ട് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ പോലും അവനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചിട്ടില്ല എന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ശക്തമായ താക്കീത് പറഞ്ഞു തരുമ്പോ എതിർത്തും പഴിച്ചും ശപിച്ചും അനുസരണകേട് കാണിച്ചും ധിക്കാരം കാണിച്ചും ഭർത്താവിന്റെ കൽപ്പനകൾ മുഖവിലക്കെടുക്കാതെ ജീവിക്കുക എന്നുള്ളത് എങ്ങനെ ഒരു പെണ്ണിന് കഴിയും? അള്ളാഹിന്റെ റസൂൽ പറയുന്നത് ഇങ്ങനെയാണ്: حق الزوج على زوجته أن لو كانت له قرحة فلحستها ما أدت حقه. ഭർത്താവിനോടുള്ള ഭാര്യയുടെ മേലുള്ള ബാധ്യത, അവനൊരു മുറിവുണ്ടായിട്ട് ആ മുറിവ് നക്കി വൃത്തിയാക്കിയാൽ പോലും അവനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നില്ലെന്നാണ്. ഞാനെല്ലാം ചെയ്തു എന്ന് ചിന്തിക്കാൻ വരട്ടെ. അവൻ തസറ من خراه صديدا أو دما ثم ابتلعته ما أدت حقه. അവന്റെ മൂക്കിൽ നിന്നും ചലം വരുന്നു, രക്തം, അത് വലിച്ചിറക്കിയാൽ പോലും ആ പെണ്ണ് ബാധ്യത നിർവഹിക്കുന്നില്ലെന്നാണ്. എത്ര ഗൗരവമുള്ള വാക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയും ഗൗരവത്തോടുകൂടി പെണ്ണ് ബാധ്യതകളെ കുറിച്ച് ചിന്തിക്കാനും തിരിച്ചറിയാനും നരകത്തിൽ പോകുന്നതിനെ തൊട്ട് ഭയപ്പാടോടുകൂടി ഓടി അകലാനുമാണ് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇത്രയും ശക്തമായി ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. രണ്ട് ആളുകൾ, ആ ആളുകളുടെ നമസ്കാരങ്ങൾ തലകളെ വിട്ടു പോകുന്നില്ലെന്നാണ്. എങ്ങനെ? രണ്ടാളുകളുടെ നമസ്കാരമാണല്ലോ ഏറ്റവും ആദ്യം സ്വീകരിക്കപ്പെടുക പരലോകത്ത്, ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുക. നമസ്കാരം എന്റെ കൺകുളിർമ നമസ്കാരത്തിലാക്കപ്പെടുന്ന അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. ആ നമസ്കാരം തല വിട്ട് കടക്കുകയില്ലെന്ന് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല്. അതിലൊന്നേതാണ് വംറഅത്തുൻ അസത് സൗജഹാ ഹത്താ തർജി. ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ച പെണ്ണ് മടങ്ങുന്നത് വരേക്കും. ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ച് എവിടെയെങ്കിലും പോയിരുന്നാൽ, എന്നിട്ട് ഇബാദത്ത് ചെയ്താൽ ആ ഭർത്താവായി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വിട്ടുവീഴ്ച ചെയ്യേണ്ട സംഗതികൾ, ഭർത്താവിനുള്ള ബാധ്യതയാണ് വലുത്. എന്തും വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുത്ത് ഭർത്താവിനുള്ള ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് നിന്റെ വലിയന്റെ കൈപിടിച്ച് നിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം പണ്ഡിതന്മാർ പറയുന്ന കാണാൻ കഴിയും. ഒരു ഭർത്താവ് പിതാവ് വലി ആ പേപ്പറിൽ ഒപ്പിടുമ്പോ അല്ലെങ്കിൽ ആ കരാറ് നിർവഹിക്കുമ്പോ അതിലൂടെ ആ അവകാശം വേറൊരാൾക്ക് എഴുതി മാറിക്കൊടുക്കുന്നത് പോലെയാണെന്നാണ്. എന്ന് പിന്നെ അദ്ദേഹത്തിന്റെ കീഴിലാണ്. അതിന്റെ ആ സമയം മുതൽ വാപ്പ വിളിക്കുന്നു, ഉമ്മ വിളിക്കുന്നു, സഹോദരന്മാര് വിളിക്കുന്നു, ഭർത്താവ് വിളിക്കുന്നു. ഭർത്താവ് വിളിച്ചാൽ ഭർത്താവാണോ അങ്ങോട്ട് പോവുക. തടങ്ങു വെക്കുക വാപ്പാക്കും പാടില്ല, ആർക്കും പാടില്ല. അതൊരു പെണ്ണ് തിരിച്ചറിയാൻ കഴിയണം. എന്റെ സ്വർഗമാണ്, എന്റെ നരകമാണ് ഞാൻ കളങ്ങിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയാൻ അവർക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന വനിതകളാക്കി മുസ്ലിം സമൂഹത്തിന്റെ ആദർശബോധമുള്ള കുടുംബത്തിലെ വനിതകളെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ടത് വിവാഹം കഴിക്കുമ്പോൾ ഒരു മനുഷ്യനെയാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ളതാണ്. മനുഷ്യനാകുന്ന ന്യൂനതകൾ ഒരു ഭർത്താവിനുണ്ടാകുമെന്ന ബോധം ഏറ്റവും ആദ്യം വേണം. എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്. മനുഷ്യ സഹജമായ പ്രശ്നങ്ങൾ, മനുഷ്യ സഹജമായ ദേഷ്യം, കോപം, ഇതെല്ലാം ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്കർഷിച്ച ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചാൽ ഉത്തമമായ ഒരു കുടുംബജീവിതം നിലവിൽ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആ കാര്യം വേണ്ടി പറയുന്ന കാണാം. ഒരു മനുഷ്യനാണെന്ന ബോധം ആദ്യം വേണം. അതേപോലെ തന്നെ ഭർത്താവിന് ആ ഭർത്താവിന്റെ അധികാരത്തെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയണം. അല്ലാഹു തആല പറഞ്ഞതാണ് റിജാലു ഖവ്വാമൂന അലൻ നിസാ. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ മാറ്റിത്തിരുത്താൻ ഏത് ഫെമിനിസ്റ്റ് വിചാരിച്ചാലും സാധ്യമല്ല. ഈ ലോകത്തിന്റെ റബ്ബ് മനുഷ്യരെ സൃഷ്ടിച്ച, ആണിനെ സൃഷ്ടിച്ച, പെണ്ണിനെ സൃഷ്ടിച്ച, ആകാശങ്ങളെ ഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ്. ആ വിധി അതേ രൂപത്തിൽ സ്വീകരിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ബാധ്യത നിർവഹിച്ചു കൊടുക്കുക.
الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ ഖവ്വാം. എന്താ ഖവ്വാം? അറബിയിൽ ഖാമ അല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം നിർവഹിച്ച് മുകളിൽ നിൽക്കാൻ തന്നെയാണ് അർത്ഥം. ആ അധികാരമുള്ളവരാണ്, അതങ്ങ് അംഗീകരിച്ചു കൊടുക്കുക. കുടുംബജീവിതത്തിന്റെ ഏറെക്കുറെ പ്രശ്നങ്ങളും അവിടെ തീർന്നു. ഭർത്താവ് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട, നിൽക്കാൻ പറയാൻ നിൽക്കുക, അതെടുക്കുക എന്ന് പറഞ്ഞാൽ എടുക്കുക. ഇത്രയേ ഉള്ളൂ. കുടുംബജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഏകദേശം കഴിഞ്ഞു. കുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളിൽ എല്ലാ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഭർത്താക്കന്മാർ ഇന്ന് ശക്തമായി ഭാര്യമാരെ ദീനി കൽപ്പനകൾ എന്തുകൊണ്ട് അവർ പറയുന്നു? പരലോകത്ത് ചോദ്യമുണ്ട്. തന്റെ കീഴിലുള്ള ഭാര്യ, മക്കൾ, അവരെക്കുറിച്ച് പരലോകത്തൊരു പുരുഷൻ ചോദിക്കപ്പെടും. അവിടെ ഉത്തരം പറയണം, എന്റെ കീഴിൽ ഭാര്യയുണ്ടായി, മക്കളുണ്ടായി, അവരെ ഞാൻ നല്ല രൂപത്തിൽ ദീനി നിഷ്ഠയോടുകൂടി തന്നെ കൊണ്ടു നടന്നു പറയാൻ കഴിയണം. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന കൽപ്പനകൾ അത് സ്വീകരിക്കാൻ സ്ത്രീകൾ എന്ന അർത്ഥത്തിൽ ബാധ്യസ്ഥരാണെന്ന് തിരിച്ചറിയണം. അതേപോലെ തന്നെ ബാധ്യതകൾ തിരിച്ചറിയുക, ഭർത്താവിന് സേവനം ചെയ്യുക. നേരത്തെ പറഞ്ഞു, ഏറ്റവും ഉത്തമമായ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന കാര്യം പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ആ കാര്യത്തെക്കുറിച്ച് മിണ്ടിയില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനേക്കാൾ നല്ലത് പറഞ്ഞു തരാമെന്ന് പറയും. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള അദ്കാറുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നിർവഹിച്ചു കൊടുത്തു. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിനുശേഷം ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല, ഒരിക്കലും ഇല്ല. സുഫീൻ യുദ്ധത്തിന്റെ വേളയിൽ ഇല്ല, എപ്പോഴും ഞാൻ ഒഴിവാക്കിയിട്ടില്ലെന്ന് അവർ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾ അങ്ങനെ സ്വഹാബത്ത് എടുത്തു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി അസ്മ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ അസ്മ റളിയല്ലാഹു തആല അൻഹ സുബൈർ റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ചു. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവര് പറയുകയാണ്, തസവ്വജനി സുബൈർ, സുബൈർ എന്നെ വിവാഹം കഴിച്ചു. വമാ ലഹു ഫിൽ അർദി മിൻ മാലിൻ വലാ മംലൂകിൻ വലാ ഷൈഇൻ ഗൈറ നാദിഹിൻ വഗൈറ ഫറസിഹി. എന്നെ സുബൈർ വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭൂമിയിൽ നിന്നൊരു സ്വത്തുമില്ല, അദ്ദേഹത്തിന് സേവകനൊരു അടിമയുമില്ല. അദ്ദേഹത്തിനൊരു ഒട്ടകം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വെള്ളം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഒട്ടകം, അതേപോലെ തന്നെ കുതിര. ഇത് രണ്ടുമാണുള്ളത്. എന്നിട്ടോ ആ കുതിരയ്ക്ക് വേണ്ടി ഞാൻ പുല്ല് പറിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ വെള്ളം കൊണ്ടുവരും, അദ്ദേഹത്തിന് വെള്ളം കോരാൻ പോയിട്ട് ആ വെള്ളം കോരുമ്പോഴുള്ള തൊട്ടി അത് ഞാൻ തുന്നിക്കൊടുക്കും. അവര് പറഞ്ഞു തരികയാണ്, ഇതൊക്കെ ഒരു ഭാര്യ നിർവഹിക്കേണ്ട കാര്യങ്ങൾ. ഭർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിൽ ഉപജീവനത്തിന്റെ വിഷയത്തിലാണെങ്കിലും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കുടുംബജീവിതം കെട്ടിപ്പടുക്കുക. അതാ സ്വഹാബ വനിതകളിൽ മാതൃക. അവർ പറഞ്ഞു തരികയാണ്. എന്നിട്ട് ഒരുപാട് ദൂരം തലയിൽ കാരക്കയുടെ കുരുക്കളും ചുമന്നുകൊണ്ട്, കാരണം അത് കുതിരയ്ക്ക് മറ്റു തിന്നാൻ കൊടുക്കുമായിരിക്കും, ഞാനിങ്ങനെ നടന്നു പോകും, വെയിലത്ത് ഇത്രയും ദൂരം നടക്കും. എന്തിന്? ഭർത്താവിനോടുള്ള സേവനമായിക്കൊണ്ട്. ഇതൊന്നും ഇസ്ലാമിൽ പാടില്ലെന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞില്ല. പിന്നീട് അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവർക്ക് സേവനത്തിന് വേണ്ടി, എളുപ്പമാകാൻ വേണ്ടി ഒരു ഖാദിമിനെ വിട്ടുകൊടുത്തു എന്നാണ്. അത് വരുന്നത് വരേക്കും ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തു. അപ്പൊ സ്ത്രീകളുള്ള ബാധ്യതകൾ തിരിച്ചറിയുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. സ്വാലിഹത്തായ സ്ത്രീകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സ്വാലിഹത്തായ പെണ്ണാവാൻ ആഗ്രഹിക്കുന്നു സ്ത്രീകൾ അങ്ങനെയാകണം, സ്വാലിഹത്തുകളാകണം. അവർ ഖാനിതാത്ത്, അനുസരണയുള്ളവരാണ്. ആരെ? ഭർത്താവിനെ. യഖ്തദി വുജൂബ തഅതിഹാ ലിസൗജിഹാ മുത്ലഖൻ, നിരുപാധികമായി ഭർത്താവിനെ അനുസരിക്കൽ. എങ്ങനെ നിരുപാധികം ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ എതിർത്ത് ആ നിരുപാധികമല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന് സേവനം ചെയ്തു കൊടുക്കുക, അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുക, അദ്ദേഹത്തിന് വിധേയമായി കൊടുക്കുക, ഇങ്ങനെ തുടങ്ങി ഭർത്താവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതിനൊക്കെ വിധേയമായി കൊടുക്കുക, അനുസരിക്കുക എന്നുള്ളത് ഈ പദത്തിലുണ്ട്. ഖാനിതാതുൻ,
അനുസരണയുള്ളവരായിരിക്കണം വിശ്വാസിനികളായ സ്ത്രീകൾ എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ബാധ്യത സ്ത്രീകൾ തിരിച്ചറിയണം. ദീനീ നിഷ്ഠകൾക്കെതിരെ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനും സുന്നത്തിനും എതിരായി കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ, ജാറത്തിൽ പോയി പട്ടിടണമെന്ന് പറഞ്ഞാൽ ലാ, ഷിർക്ക് എന്ന് പറഞ്ഞ് തിരുത്താൻ കഴിയണം, ഷിർക്കാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മരിച്ചെടുത്ത് പോയി യാസീൻ ഓതാൻ പറഞ്ഞാൽ അല്ല, കഴിയൂല. കുടുംബത്തിൽ ആണും പെണ്ണും കിടകലരുന്നിടത്ത് പോയി അവരുമായി ചേർന്നിരിക്കാൻ പറഞ്ഞാൽ പറ്റൂല. വിശ്വാസിനികളായ സ്ത്രീകളുടെ മാതൃകകളായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവരോടുള്ള കൽപ്പനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തഖീന അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. പണ്ഡിതന്മാരവിടെ പറഞ്ഞു, ആ വിശ്വാസിനികളായ സ്ത്രീകളുടെ മാതൃകകളായിട്ടുള്ള ആ സ്ത്രീകളോടുള്ള കൽപ്പന ഇതാണെങ്കിൽ മറ്റ് സ്ത്രീകൾ എന്തുകൊണ്ടും അതെടുക്കൽ അർഹിക്കുന്നു. എന്തേ? മഹറമുകളായിട്ടുള്ള ആളുകളെ എണ്ണി പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു. എന്നിട്ട് പറഞ്ഞു, ഇവരല്ലാത്തവർ അവരുടെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കാണാൻ പാടില്ലാത്തവരെ കാണാൻ പാടില്ല. അത് ഭർത്താവ് പറഞ്ഞ് അവരടുത്ത് പോയി മുഖം തുറന്നിരിക്കാൻ പറഞ്ഞാൽ ഇല്ല, എനിക്ക് സാധ്യമല്ല എന്ന് പറയാൻ, അവരോട് ഇടകലർന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ ഇല്ല, എനിക്ക് സാധ്യമല്ലെന്ന് പറയാൻ ഒരു പെണ്ണിന് കഴിയണം. ദീനീ നിഷ്ഠകൾക്ക് എതിരാകാത്ത കാര്യങ്ങൾ ഭർത്താവ് പറഞ്ഞാൽ കൽപ്പന അനുസരിക്കൽ നിർബന്ധമാണ്. പിന്നെയോ ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അനുവാദമില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല, ഒരു കാല് വെക്കാൻ പാടില്ല, അനുവാദമില്ലാത്തടുത്ത് പോകരുതെന്ന് പറഞ്ഞാൽ അതിന് പുരുഷന്മാർ കാണുന്ന മസ്ലഹത്ത് ഒരുപാടുണ്ടാകും. ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു ഭർത്താവ്, ദീനി നിഷ്ഠയുള്ളവൻ പോകരുതെന്ന് പറഞ്ഞാൽ അതിലാണ് ഖൈറെന്ന് ചിന്തിക്കാൻ ഒരു പെണ്ണിന് കഴിയണം. പിന്നെ എവിടെ സ്നേഹം എന്ന് പറയുന്നത്? നാവിൽ മാത്രം ഒതുങ്ങുന്നതാണോ? സ്നേഹം എന്ന് പറഞ്ഞാൽ അനുസരണയാണ്. എനിക്കൊരാളെ ഇഷ്ടമാണ്, പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കൂല എന്ന് പറഞ്ഞാൽ, എനിക്ക് വാപ്പയെ ഇഷ്ടമാണ്, പക്ഷെ വാപ്പ പറയുന്നത് ഞാൻ കേൾക്കൂല. ഉമ്മ ഇഷ്ടമാണ്, ഉമ്മ പറയുന്നത് ഞാൻ കേൾക്കൂല. ഭർത്താവിന് ഇഷ്ടമാണ്, ഭർത്താവ് പറയുന്നത് ഞാൻ കേൾക്കൂല. ഇരട്ടത്താപ്പാണ് ആ സംസാരം. സ്നേഹം എന്ന് പറഞ്ഞാൽ ആ സ്നേഹിക്കുന്ന ആൾ പറയുന്നത് അനുസരിക്കലാണ്. ഭർത്താവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഭർത്താവ് പറയുന്നത് ശിരസ വഹിച്ച് അത് സ്വീകരിച്ച് അതെന്തൊരു സന്തോഷമാണ് ആ സംഗതി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. എന്നിട്ട് അതിന്റെ പേരിൽ എന്നതാ വീട്ടിൽ കെട്ടിയിടുകയാണ്. ഇന്ന് പെണ്ണുങ്ങളുടെ അലമുറകളാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ അടങ്ങി ഒതുങ്ങി കൂടിയിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. സ്ത്രീകളോട്, ഉത്തമരായ സ്ത്രീകളോട് അടങ്ങി ഒതുങ്ങിയിരിക്കുക. പള്ളിയിൽ പോകാൻ പോലും ജമാഅത്ത് നമസ്കാരത്തിന്റെ കൂലി അറിയാമല്ലോ, എത്ര ഇരട്ടിയാണെന്ന്. ആ വീട്ടിൽ നമസ്കരിക്കുന്നതിനേക്കാൾ കൂലി ജമാഅത്ത് നമസ്കാരമാണെങ്കിൽ അത് നമസ്കരിക്കാൻ പള്ളിയിൽ പോട്ടെ എന്ന് ഒരു പെണ്ണിനങ്ങ് ഇറങ്ങി കൂലിയുണ്ടെന്ന് പറഞ്ഞ് പോകാൻ അനുവാദമില്ല. എത്രയാണ് ഇസ്ലാമിന്റെ ദീനീ നിഷ്ഠകൾ. അള്ളാന്റെ റസൂൽ പറയും, നിങ്ങൾ ആരോടെങ്കിലും ഭർത്താവിനോട് ഒരു സ്ത്രീ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദ്, രാത്രി പള്ളിയിൽ പോകാൻ, രാത്രിയാകുമ്പോൾ ആരും കാണൂല, ഇരുട്ടാണ്, അവർ അണിയുന്ന വസ്ത്രവും ഇരുട്ടാണ്, അപ്പൊ ആരും കാണൂല, സുരക്ഷിതമാണ്. പള്ളിയിൽ പോട്ടെന്ന് അനുവാദം ചോദിച്ചാൽ ഫഅദനു ലഹുൻ, അനുവാദം കൊടുക്കൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു. ആ പള്ളിയിൽ പോകാൻ ഭർത്താവിന്റെ അനുവാദം വേണമെങ്കിൽ, ഷോപ്പിങ്ങിന് പോകാൻ ഭർത്താവ് പറയുന്നില്ല, എവിടെ? ഞാൻ മാളിലാണ്. ആര് പറയും? വാപ്പ പറയും, ഇല്ല, പാടില്ല. ഭർത്താവിന്റെ അനുമതി ഇല്ലാതെ പുറത്തു പോകുക എന്നുള്ളതല്ല ഒരു സ്വാലിഹത്തായ പെണ്ണിന്റെ വിശേഷണം. തിരിച്ചറിയണം. ഇപ്പൊ ദീനി നിഷ്ഠകൾ, അള്ളാഹുവും റസൂലും പറഞ്ഞ കൽപ്പനകൾ എടുത്താൽ എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരം അവിടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, ലാ യഹില്ലു ലിസ്സൗജതി അൻ തഖ്റുജ മിൻ ബൈതിഹാ ഇല്ലാ ബിഇദ്നിഹി, ഒരു ഭാര്യയ്ക്ക് അവളുടെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ അനുമതി ഇല്ലാതെ പുറത്തു പോകൽ അനുവദനീയമല്ല. വലാ യഹില്ലു ലി അഹദിൻ അൻ യഖുദഹാ ഇലൈഹി, വേറൊരാൾക്കും ആ പെണ്ണിനെ അവരിലോട്ട് എടുത്തുകൊണ്ട് പോകാനും പാടില്ല. വയഹ്ബിസഹാ അൻ സൗജിഹ, ഭർത്താവിനെ തൊട്ട് തടഞ്ഞു വെക്കാനും പാടില്ല. എന്തൊക്കെ കാരണം പറഞ്ഞാലും അങ്ങനെ വീട്ടിൽ നിന്ന് വൈദാ ഖറജത് മിൻ ബൈതി സൗജിഹാ ബിഗൈരി ഇദ്നിഹി, ഭർത്താവിന് അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ കാനത് നാശിസതൻ ആസിയതൻ ലില്ലാഹി വറസൂലി, അല്ലാഹുവിനോടും റസൂലിനോടും ധിക്കാരമുള്ളവളായി മാറിയവർ.
മുസ്തഹഖത്തൻ ലിൽ ഉഖൂബ, ശിക്ഷ അർഹിക്കപ്പെടുന്നവളായി അവൾ മാറുമെന്നാണ്. വലൈക്കും അസ്സലാം വബറകാതുഹു. അപ്പൊ ഇതൊക്കെ ദീനി ഉപദേശങ്ങളാണ്, അള്ളാഹും റസൂലും നൽകിയത്, പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അപ്പൊ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നാം മനസ്സിലാക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ കയ്യിൽ എത്ര ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറാൻ കഴിയണം. കഴിവിലില്ലാത്തത് അള്ളാഹു ഒരു മനുഷ്യനെ നിർബന്ധിച്ചിട്ടില്ല. ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ദുആ ചെയ്ത്, റിസ്കിന് വേണ്ടി ദുആ ചെയ്ത്, എത്രയാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഒരു സ്ത്രീ കഴിയുന്നത്. മിതത്വം അത് പുരുഷന് മാത്രമല്ല, സ്ത്രീക്കും ബാധകമാണ് മിതത്വം കാത്തുസൂക്ഷിക്കുക എന്നുള്ളത്. അതും പരസ്പരം കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യതയായി നാം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച്, ഒരു ചന്ദ്രക്കല 2-3 കഴിഞ്ഞു പോകും അള്ളാഹുവിന്റെ റസൂലിന്റെ വീടുകളിൽ അടുപ്പിന് തീ പുകയാത്ത ദിനരാത്രങ്ങൾ. കാരണം എന്തേ? പട്ടിണിയിലാണവർ, കഷ്ടപ്പാടിലാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ എതിർത്തോ? നിലവിളിച്ചോ? കരഞ്ഞോ? നേരെ മറിച്ച് ദീനി നിഷ്ഠകൾ കാത്തുസൂക്ഷിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പനകൾ മുഖവിലേക്കെടുത്ത് ഹലാലായ ഉപജീവനം തേടി ദീന് നിലനിർത്തി ജീവിക്കാൻ ഒരു ഭർത്താവ് താല്പര്യം കാണിച്ചാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവന് പിന്താങ്ങുന്നവളാകണം അവൾ. മാതൃക ഇവിടെ ഖദീജ റളിയല്ലാഹു തആല അൻഹ എത്ര ഉത്തമമായ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന്റെ വിഷയത്തിൽ താങ്ങും തണലുമായി ആ വനിത നിന്നു. സ്വർഗത്തിൽ ഉത്തമമായ സ്ഥാനം അവർക്കുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്നും ഹൃദയം വിറക്കുമാർ ഓടി വന്ന സമയത്ത് പേടിക്കണ്ട, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സ്വാന്തനിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, നിങ്ങൾ സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന ആളാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണ്, ബുദ്ധിമുട്ടുകളിൽ ഇടപെടുന്ന ആളാണ്, അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവടിയുകയില്ല എന്ന് പറഞ്ഞ് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന കുടുംബക്കാരന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വേദങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്ന ആൾ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയതാ, അദ്ദേഹം പറയുന്നത് കേൾക്കൂ. വിനയത്തോടുകൂടി അനുസരണയോടുകൂടി ആ വനിത പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ബുദ്ധിമതിയായി ഒരു ഭർത്താവിന്റെ കൂടെ നിന്നുകൊണ്ട്, സ്വത്തുകൊണ്ടും അതേപോലെ തന്നെ പിന്താങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. ആ ബന്ധമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവരുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുള്ള ബാധ്യതകൾ തിരിച്ചറിയുകയും ആ സ്നേഹം കാത്തുസൂക്ഷിക്കുന്നതും കാണാൻ കഴിയും. അതാണ് സ്നേഹത്തിന്റെ അടയാളം. പരസ്പര ബഹുമാനം, ദീനിന്റെ വിഷയത്തിൽ പിന്താങ്ങുക, ദീനിന്റെ വിഷയത്തിൽ പരസ്പരം സഹകരിക്കുക. അപ്പോൾ അതൊക്കെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ കാത്തുസൂക്ഷിക്കേണ്ട മര്യാദകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഹദീസുകൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കാത്തുസൂക്ഷിക്കേണ്ട സംഗതികൾ. പുറത്തിറങ്ങി നടക്കേണ്ടി വന്നാൽ സ്ത്രീകൾ എന്ന് പറയുന്നത് വഴിയുടെ വശങ്ങളിലൂടെ നടക്കേണ്ടവരാണ്. സുഗന്ധം തേച്ചുകൊണ്ട് പുറത്തിറങ്ങേണ്ടവരല്ല. ഒരു പെണ്ണ് പുറത്തിറങ്ങി സുഗന്ധം തേച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ, ആളുകൾ അടുക്കലൂടെ കടന്നുപോയാൽ അതിന്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സ്ത്രീയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സാനിയ എന്നാണ്, നല്ല നിഷ്ഠയുള്ളവളല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നബിയും സഹാബത്തും പണ്ഡിതന്മാരും ആ സ്ത്രീ സുരക്ഷിതയാകാൻ ഇസ്ലാമിക മര്യാദകളായി എന്തൊക്കെ പഠിപ്പിച്ചോ അതനുസരിച്ച് പ്രവർത്തിക്കുക. ചില സ്ത്രീകളെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവർ പുറത്തിറങ്ങും. കാസിയാത്തുൻ ആരിയാത്ത് മാഇലാത്തും മുമീലാത്ത്, ധരിച്ചവരാണ് പക്ഷേ ധരിക്കാത്തവരാണ്. ഇന്ന് സ്ത്രീകളിൽ നിന്ന് ലജ്ജ ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ധരിച്ചവരാണ്, ധരിക്കാത്തവരാണ്. മാഇലാത്തുൻ ചരിഞ്ഞവരാണ്, ചരിപ്പിക്കുന്നവരുമാണ്.
അഥവാ വശീകരിക്കുന്നവരാണ്. സ്ത്രീകൾ എന്ന് പുറത്തിറങ്ങുമ്പോൾ പുരുഷന്മാരെ വശീകരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ, നടത്തം, അതേപോലെ തന്നെ അങ്ങനെയുള്ള സംഗതികളാണ് പെൺമക്കൾ, വിദ്യാർത്ഥിനികളെന്ന് അവകാശപ്പെട്ട് പുറത്തിറങ്ങുന്നവർ, ജോലിക്കെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്ന സ്ത്രീകളെല്ലാം ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ പേരിൽ. തലയിൽ ഒരു തട്ടമിട്ടാൽ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയും കൂടിയായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യക്കെതിരാണ്. ഇങ്ങനെ ചാങ്ങും ചെരിങ്ങും തന്റെ ശരീരത്തിൽ പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ഇടങ്ങളെ അവരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹ, സ്വർഗത്തിൽ കടക്കുകയുമില്ല, അതിന്റെ വാസന പോലും അനുഭവിക്കാൻ അവർക്ക് കഴിയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സംഗതി കാത്തുസൂക്ഷിക്കണം. അപ്പോ വിശ്വാസിനികളായ സ്ത്രീകൾ കാത്തുസൂക്ഷിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ് അടുത്ത സംഗതി. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിന്റെ മനസ്സിന്റെ അവസ്ഥകളെ കുറിച്ചിട്ട് ബോധമുള്ളവളാകണം അവൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിനിസാഇക്കും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തു നിന്നുള്ള നിങ്ങളുടെ സ്ത്രീകളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, അതേ റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു വലൂദിൻ വദൂദ്, എല്ലാ ധാരാളം പ്രസവിക്കുന്ന, ധാരാളം ഭർത്താവിനെ സ്നേഹിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിലെ സ്ത്രീകളെ കുറിച്ച് പറയുന്ന വിശേഷണമാണ് സ്വർഗത്തിൽ നാളെ എത്തുന്ന സ്ത്രീകൾ. കുല്ലു വലൂദിൻ വദൂദ് ഇദാ ഗദിബ സൗജുഹ, അവരുടെ ഭർത്താവ് ദേഷ്യം പിടിച്ചാൽ, എന്നോട് ദേഷ്യം പിടിച്ചല്ലേ എന്നാൽ കാണിച്ചു തരാം എന്ന് പറയുമെന്ന് നബി പറയുമെന്നാണോ നിങ്ങൾ കേൾക്കാൻ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാലത്ത്, അവർ പറയും, ഹാദിഹി യദി ഫീ യദിക, ദാ ഇതെന്റെ കൈ താങ്കളുടെ കയ്യിൽ. ഭർത്താവിന്റെ അടുത്ത് വന്നിട്ട്, ദാ എന്റെ കൈ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. ലാ അക്തഹിലു ബി ഗുംദിൻ ഹത്താ തർദ, നിങ്ങൾ പൊരുത്തപ്പെടുന്നത് വരേക്കും എനിക്ക് ഉറക്കം കൊണ്ട് എന്റെ കണ്ണ് സുറുമയിടപ്പെടുകയില്ല എന്നാണ്. ഒരു ആലങ്കാരിക ശൈലിയായി, എന്റെ കണ്ണ് ഒരു കൺപോള എനിക്ക് അടയ്ക്കാൻ സാധ്യമല്ല, നിങ്ങളുടെ പൊരുത്തം വരുന്നവരെ തൃപ്തി വരുന്നവരേക്ക് എന്നിട്ട് ഭർത്താവിന്റെ അടുത്ത് വന്നിരുന്ന് പറയുന്നുണ്ട്. ഭർത്താവ് ദേഷ്യം പിടിച്ചാൽ തിരിച്ച് ദേഷ്യം പിടിക്കുക. അതല്ലേ ഇന്ന് കാണുന്നത് സമൂഹത്തിൽ. ഭർത്താവ് ദേഷ്യം പിടിക്കാൻ പാടുണ്ടല്ലോ എന്നുള്ള വേറെ ചർച്ച. ഇനി ഒരു ഭർത്താവ് ദേഷ്യം പിടിച്ചാൽ ഭാര്യയുടെ കടമ എന്താണ്? സ്വർഗത്തിലെത്തുന്ന സ്ത്രീകളുടെ കടമ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വിശേഷണം ഇതാണ്. ഈ ചെറിയെടുക്കാൻ ഏത് പെണ്ണുണ്ട് തയ്യാർ? പൊങ്ങച്ച മാറ്റിവെച്ച്, ഞാൻ ഇന്ന കുടുംബത്തിൽ നിന്നാണ്, ഞാൻ ഇന്നവളാണ്, ഞാൻ ഇന്ന രൂപത്തിലുള്ളവളാണ്. മുൻ തലമുറകളിൽ ചില കുലീനരായിട്ടുള്ള കുടുംബത്തിലെ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ച് വിട്ടപ്പോ ഉമ്മമാര് കൊടുത്ത ഉപദേശങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷെ സമയം പരിമിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഈ ഹദീസിൽ, ആ ഉത്തമമായ സ്ത്രീ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വന്ന് കൈ ഭർത്താവിന്റെ കയ്യിൽ വെച്ചിട്ട് പറയുമെന്നാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളോടും അവസാനിച്ചു. ഏതൊരു ഭർത്താവും ദേഷ്യം പിടിക്കും, പക്ഷെ ഉള്ളിൽ സ്നേഹമായിരിക്കും. അപ്പൊ തിരിച്ചും ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു ഭാര്യയ്ക്ക് കൊടുത്ത ഉപദേശത്തിൽ കാണാം, ഞാൻ ദേഷ്യം പിടിച്ചത് കണ്ടാൽ എന്നെ നിങ്ങൾ ഒന്ന് ശാന്തമാക്കണം. ഇദാ റഅയ്തിനി ഗളിബ്തു ഫറാദീനി. ഇനിയോ ഇദാ റഅയ്തുകി ഗദബ, ഭാര്യ തിരിച്ചും ദേഷ്യം പിടിക്കുന്നത് കണ്ടാൽ റാദൈതുകി, നിന്നെ ഞാൻ സമാധാനപ്പെടുത്താം. ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ആർക്കും വരാം, എന്തെങ്കിലും പ്രശ്നം പെട്ടെന്നൊരു ദേഷ്യം എന്തെങ്കിലും വന്നു, അപ്പോ പരസ്പരം സമാധാനിപ്പിച്ചു കൊണ്ടുപോയില്ല. അങ്ങനെ പോയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കൂടുതൽ ഒരുമിച്ച് പോകാൻ പറ്റൂല. ഇന്ന് പല കുടുംബത്തിനുള്ളിലും അടിയും അസാരസ്യങ്ങളുമാണ്. ബാധ്യതകൾ മാത്രം മനസ്സിലാക്കി ചിലരിങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഈ സുന്നത്തിലോട്ട് വന്നാൽ ആ ജീവിതം സുഗന്ധപൂരിതമാകും. പരസ്പരം ദേഷ്യപ്പെട്ട് പണ്ടെന്നോ വർഷങ്ങൾക്കപ്പുറത്ത് ദേഷ്യം പിടിച്ചു, തിരിച്ചും ദേഷ്യം പിടിച്ചു, ഇപ്പോഴും ആ ദേഷ്യങ്ങളും വൈര്യങ്ങളും കടിച്ചമർത്തി ഭാര്യ ഭർത്താക്കന്മാര് ബാധ്യതകൾ, സമൂഹത്തിൽ മോശമല്ലേ, നാണക്കേടില്ല എന്നിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. തിന്മകളിലോട്ടുള്ള വാതിലുകൾ തുറക്കപ്പെടാനുള്ള വഴിയാണത്. ശൈത്താൻ സന്തോഷിക്കുകയാണ്, ഇബ്ലീസ് നോക്കി നിച്ചിരിക്കുകയാണ്. പക്ഷെ നേരെ മറിച്ച് പരസ്പരം സമാധാനിപ്പിക്കാൻ, പരസ്പരം സന്തോഷിപ്പിക്കാൻ കഴിയണം. അതാണ് സ്ത്രീ പുരുഷന്മാർ മൊത്തത്തിൽ ചിന്തിക്കേണ്ടതും. സ്ത്രീ എന്ന അർത്ഥത്തിൽ ഒരു മുസ്ലിം സ്ത്രീ ചിന്തിക്കേണ്ട മര്യാദകൾ. നമ്മുടെ മാതൃക പുരുഷന്മാർ
മാതൃക വനിതകളിൽ എത്ര ശക്തമായ ഉപദേശങ്ങളാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിർദ്ദേശങ്ങൾ, മുൻഗാമികൾ നമുക്ക് കാണിച്ചെന്ന മാതൃകൾ, ഇത് മുഖവിലക്കെടുത്ത് ജീവിക്കാൻ കഴിയണം. ഭർത്താക്കന്മാരോട് ഇടപഴകുമ്പോൾ സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുള്ളയുടെ ഭാര്യ പറഞ്ഞതല്ലെങ്കിൽ മകൾ പറഞ്ഞതായി വന്നത് കാണാൻ കഴിയും. ഞങ്ങളുടെ ഭർത്താക്കന്മാരോട്, രാജാക്കന്മാരോട് ഞങ്ങൾ സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കാറുണ്ടായിരുന്നത്, ബഹുമാനത്തോടുകൂടി. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട്, കളി വേണ്ട, തമാശ വേണ്ടെന്നല്ല, പക്ഷേ ബഹുമാനം നിലനിർത്തണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ബഹുമാനം നിലനിൽക്കണം. ആ ബഹുമാനമാണ് കുടുംബജീവിതത്തിന്റെ സുസ്ഥിരമായ മുന്നോട്ട് പോക്കിന് സഹായിക്കുക എന്നുള്ളത് നാം തിരിച്ചറിയണം. മുമ്പ് കഴിഞ്ഞ സമൂഹങ്ങളിൽ ജീവിച്ച ചില മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. ഒരുമ്മ മകളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ ആ മകളുടെ വിശേഷണം കേട്ടു, ഉത്തമമായ സ്ത്രീയാണ്, ബുദ്ധിയുള്ളവളാണ്, കുലീനയാണ്. ആ വിശേഷണങ്ങൾ കേട്ടപ്പോ ഭരണാധികാരി വിവാഹാന്വേഷണം നടത്തി. വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ നേരത്ത് ആ ഉമ്മ വന്നിട്ട് മകൾക്ക് കൊടുത്ത ഉപദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 10ഓളം ഉപദേശങ്ങൾ. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയമുണ്ടെങ്കിൽ ഇതേപോലെ ദീനി നിർദ്ദേശങ്ങൾ പരസ്പരം നസീഹത്ത് എന്നോണം നിർവഹിക്കാനുള്ള അവസരം എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇലാഹുനാ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ വേണ്ടപ്പെട്ട, ആവശ്യം പറഞ്ഞാൽ